प्यारे बच्चों, सबको नमस्कार। अगला भाग देखो। हाँ, മീന ബോലി. നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുടെ തുടർച്ചയാണ് ഇപ്പോൾ വായിക്കുന്നത്. നേരത്തെ നമ്മൾ അവസാനിപ്പിച്ചത് നിർമ്മലും മീനും തമ്മിലുള്ള ആ ഒരു കഥ മീന നിർമ്മലിനോട് പറയുന്ന ഭാഗമാണ്. അവസാനം ആ ഗുൽമോർ മരത്തിൽ പൂക്കളുണ്ടായ കഥയൊക്കെ പറഞ്ഞ് അത് നിങ്ങൾ അതും കൂടെ ഒന്ന് ഓർക്കുക. അപ്പോൾ കിത്തനി അച്ചി ബാത്ത് ഗയി ഈസ് ബേച്ചാരെ പർ ഫൂൽ ആ ഗയി നിർമ്മ ബോലി. അതായത് എന്തൊരു സന്തോഷമുള്ള കാര്യമാണ്, ഇതിൽ പൂക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയാണ്. ഞാൻ ഒന്നും കൂടെ വായിക്കാം. ഹാ മീന ബോലി ഫിർ മാംബി ബഗീജമേ ആ ഗയി. അതെ, മീന പറഞ്ഞു. പിന്നീട് അമ്മയും തോട്ടത്തിലേക്ക് വന്നു. മേനെ മാം സെ കഹ, ഞാൻ അമ്മയോട് പറഞ്ഞു, മാം മേ അപ്പനെ ഗുൽമോർ കി 5വീം വർഷകാണ്ട് മനാവോങ്കി. അമ്മേ, ഞാൻ എൻ്റെ ഈ മരത്തിൻ്റെ ഗുൽമോർ മരത്തിൻ്റെ 5ാമത്തെ ജന്മദിനം ആഘോഷിക്കും. മേ അപ്പനി സഹേലിയോക്കോ ദാവത്ത് ദൂങ്കി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇവിടെ വിളിച്ചിട്ട് ഓർക്കൊക്കെ എന്ത് ഭക്ഷണം കൊടുക്കൂ, അവർക്ക് സദ്യ കൊടുക്കൂ. മാംനെ ഗുസ് ഷോക്കർ കഹ ജരൂർ. അമ്മ സന്തോഷത്തോടു കൂടി പറഞ്ഞു, തീർച്ചയായും. യഹീൻ ഗുൽമോർ കി ചായാമേൻ ദാവത് കരോ. ഇവിടെ ഗുൽമോർ മരത്തിൻ്റെ ഈ തണലിൽ, ഈ മരച്ചോട്ടിൽ സദ്യ ഇവിടെ തന്നെ കൊടുക്കൂ. അപ്പനീ സബ് സഹേലിയോക്കോ ബുലാവോ. നിൻ്റെ എല്ലാ അതായത് കൂട്ടുകാരികളെയും ഒക്കെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചോളൂ. मीना जब कहानी सुना चुकी तो उसने गुलमोर की तरफ देखा. മീന കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിർമ്മൽ ഗുൽമോർ മരത്തിനെ നോക്കി. उसको ऐसा लगा जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था. നിർമ്മലിന് അങ്ങനെ തോന്നി, ഈ ഗുൽമോർ മരവും ഈ കഥ കേട്ട് പുഞ്ചിരിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ഇതായി ബന്ധപ്പെട്ട ചില വർക്ക്ഷീറ്റുകളാണ്. നിങ്ങൾ അടുത്ത പേജിൽ നോക്കുക. വാക്യ ചുൻകറിലേക്ക് വാക്യം തിരഞ്ഞെടുത്ത് എഴുതണം. എങ്ങനെയുള്ള താഴെ കൊടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കുക. മേൻ തുമേൻ സാരി കഹാനി ബദാദൂങ്കി. അതിൽ അടിവരിട്ട് കണ്ടില്ലേ ബദാദൂങ്കി. അവിടെ താഴത്തെ വാക്യം അച്ഛാ ജരൂർ ആവൂങ്കി, അവിടെ ആവൂങ്കി. അപ്പം ബദാദൂങ്കി, ഞാൻ നിന്നോട് എല്ലാ കഥയും പറയും. അപ്പോൾ അവസാനിച്ചത് പറയും എന്നുള്ളതാണ്. അടുത്തതോ അച്ഛാ ജരൂർ ആവൂങ്കി, നല്ലത്, ശരി, തീർച്ചയായും വരും. അവൻ പറയും, വരും. ഇതേപോലെയുള്ള രേഖാങ്കിത അംശം പർ ധ്യാൻ ദേം. ഈ അടിവരിട്ട വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പാഠഭാഗത്ത് ഐസേ വാക്യ ചുൻകറിലേക്ക് പാഠഭാഗത്ത് നിങ്ങൾ അപ്രകാരമുള്ള വാക്യങ്ങൾ എഴുതണം. അപ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനൊന്ന് പറയാം. ഇസ് പേട് पर एक दिन जरूर फूल आएंगे. കണ്ടോ ഒരു വാക്യം. ഈ മരത്തിൽ എന്തെങ്കിലും ഒരിക്കൽ തീർച്ചയായും പൂക്കൾ ഉണ്ടാകും. അടുത്തതോ मैंने सोचा माम इसको जरूर कटवा देंगी. അമ്മ ഇത് തീർച്ചയായും വെട്ടിപ്പിടിച്ച് കളയുമെന്ന് അല്ലേ ഞാൻ വിചാരിച്ചു. അതായത് കട്വാ ദേങ്കി, അതായത് മുറിക്കും. അടുത്തത് ഇസ് ഗർമിമേ മേരെ ഗുൽമോർ പർ ഫൂൽ ആയെങ്കെ. ഈ വേനൽക്കാലത്ത് എൻ്റെ വാകയിൽ പൂക്കൾ ഉണ്ടാകും. അകല മാം മേ അപ്പനെ ഗുൽമോർ കി 5വീം വർഷകാണ്ട് മനാവോങ്കി. അമ്മേ, ഞാൻ എൻ്റെ ഗുൽമോർ മരത്തിൻ്റെ 5ാം പിറന്നാൾ ആഘോഷിക്കും. एक भी देखो मैं अपनी सहेलियों को दावत दूंगी. ഞാൻ എൻ്റെ കൂട്ടുകാരികൾക്ക് സദ്യ കൊടുക്കും. ഇനി അടുത്ത വാക്യോം പർ ധ്യാൻ ദേ. വാക്യങ്ങൾ ശ്രദ്ധിക്കാം. पेड़ लगने के कुछ समय बाद एक में से पीले रंग के फूल निकल आए. माँ ने माली से कहा कि इसकी जगह पर दूसरा गुलमोहर लिखाओ.
घर तैयार हो जाने के बाद माम ने बगीचा लिखवाया। രേഖാങ്കിത अंशों पर ध्यान दें, പാഠഭാഗ് से ऐसे വാക്യ ചാൻകർ ലിഖേं. ഇവിടെ അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കുക. പാഠഭാഗത്ത് നിന്ന് അതുപോലെയുള്ള വാക്കുകൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പോൾ നിങ്ങൾ എഴുതി നോക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ഉത്തരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, मैं एक वाक्य कहता हूँ. मैं आँख मलते हुए देखने लगी. ഒരു വാക്യമാണ്. ഇനിയും തുടർന്നുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് എഴുതി നോക്കാം. ഓക്കെ, ഇനി അടുത്ത വർഷീറ്റ് എന്താ? കഹാനി പഠേൻ താലിക ബരേൻ. കഥ വായിച്ചിട്ട് ഈ കള്ളികളിൽ പൂർത്തീകരിക്കണം. ഇവിടെ ലാൽ ലാൽ ഫൂൽ, ഇവിടെ ലാൽ ലാൽ ഫൂൽ ഉണ്ട്. അതേപോലെ പത്തേക്ക് മുമ്പ് വരുന്ന വാക്കുകൾ എന്താ? ഹരേ ഹരേ പത്തെ. പിന്നെ ചായ ഉണ്ട്. അതിന് മുമ്പ് എന്താ? ടെണ്ടി ടെണ്ടി ചായ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത വർഷീറ്റ് നിർമ്മൽ ചുസ്ത് ലടുക്കി ഹേ, വഹ് സുന്ദർ और होशियार है, चंचल और चतुर भी है, रामू माली है, मोटा आदमी है, वह सुस्त है लेकिन ईमानदार है. ഇത് വായിച്ചിട്ട് ഇതിൻ്റെ താഴെ ഉള്ള കള്ളിയിൽ നിർമ്മൽക്ക് വിശേഷത, രാമുക്ക് വിശേഷത, നിർമ്മലിൻ്റെ വിശേഷതയും രാമുവിൻ്റെ വിശേഷതയും എഴുതണം. ഒക്കെ നിങ്ങൾ ആലോചിച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിർമ്മൽക്ക് വിശേഷത ചുസ്ത്, സുന്ദർ, ഓഷിയാർ, ചഞ്ചൽ, ചതുർ. രാമു की विशेषता मोटा, सुस्त, ईमानदार. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത വർഷീറ്റ് അനുവാദ് കരേം. നിങ്ങളത് തർജ്ജമ ചെയ്യണം. അതായത് മാതൃഭാഷയിലേക്ക് അനുവാദനെ തർജ്ജമ ചെയ്യാം. എന്താ? मीना जब कहानी सुना चुकी तो उसने गुलमोहर की तरफ देखा. उसको ऐसा लगा जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था. എന്താണ്? നിങ്ങളൊന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഉത്തരം ശ്രദ്ധിക്കാം. ശരി, ഉത്തരം പറയാം. കഥ പൂർത്തിയാക്കി കഴിഞ്ഞ് മീന വാഗമരത്തിനെ നോക്കി. വാഗമരവും തൻ്റെ കഥ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. ഇനി അടുത്ത വർഷം എന്താ? ബിന്ദുവോं की सहायता से ലഘു ലേഖ് ലിഖേ. സൂചനകളുടെ സഹായത്തോടെ ലഘു ലേഖനം തയ്യാറാക്കുക. ഒരു ലഘു ലേഖനം നിങ്ങൾ ഈ സൂചനയ്ക്കനുസരിച്ചിട്ട് തയ്യാറാക്കണം. पेड़ों से लाभ, पेड़ों की कटवाई क्यों, पेड़ों के സംരക്ഷण की ആവശ്യകത. അതായത് മരങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന എന്തിന്, മരങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈ സൂചനകൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വിവരണം തയ്യാറാക്കണം. ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം ഒന്ന് എഴുതി നോക്കുക. അതിന് ശേഷം വീഡിയോ പോസ്റ്റ് ചെയ്ത് എഴുതി നോക്കുക. അതിന് ശേഷം ഞാൻ പറയുന്ന ഉത്തരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. पेड़ों से लाभ, पेड़ों से हमें बहुत लाभ है. प्राण वायु का स्रोत पेड़ ही है. पेड़ अत्यधिक मात्रा में ऑक्सीजन छोड़ते हैं. इसी ऑक्सीजन के द्वारा हमारा जीवन चलता है. पेड़ वातावरण को शुद्ध करते हैं. ये हमें वर्षा देते हैं. प्राकृतिक पदार्थ लकड़ी, कोयला, गोंद, कागज देते हैं. हमारी पशु पक्षी को सुरक्षित करते हैं. हर प्रकार के मानव जीवन का संरक्षण करते हैं. वृक्ष जल के वेग को रोककर बाढ़ नियंत्रण करते हैं.
बढ़ती हुई जनसंख्या की आवश्यकताओं, घर बनाने, लकड़ी के लिए फर्नीचर आदि बनाने की पूर्ति के लिए बड़े पैमाने पर पेड़ काट डाले। अधिक मात्रा में पेड़ों की कटाई से पर्यावरण प्रदूषित हो जाता है, वर्षा कम हो जाती है, प्रकृति का संतुलन बिगड़ जाता है, सूखा, बाढ़ जैसे प्राकृतिक प्रकोपों का सामना करना पड़ता है। इससे बचने के लिए हमें अधिकाधिक पेड़ लगाना चाहिए। അപ്പോൾ ഞാൻ ഇതിൻ്റെ ആശയം ഒന്നും കൂടെ മലയാളത്തിലും കൂടെ തർജ്ജമ ചെയ്ത് പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. അതായത് വൃക്ഷങ്ങൾ നമുക്ക് വളരെ പ്രയോജനപ്രദമാണ്. പ്രാണവായുവിൻ്റെ ഉറവിടം വൃക്ഷങ്ങളാണ്. ഇവ വൻതോതിൽ ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ഈ ഓക്സിജനാണ് മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്നത്. വൃക്ഷങ്ങൾ അന്തരീക്ഷം ശുദ്ധമാക്കുന്നു, മഴയ്ക്ക് കാരണമാകുന്നു. വിറക്, കരി, പശ, കടലാസ് തുടങ്ങിയ വൃക്ഷങ്ങൾ ഒഴുക്കുവെള്ളത്തിൻ്റെ ശക്തി നിയന്ത്രിച്ച് വെള്ളപ്പൊക്കം തടയുന്നു. എന്നാൽ ഭൂമിയിലെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ വീട് വയ്ക്കുന്നതിനും വീട്ടുസാധനങ്ങൾ ഉണ്ടാക്കുന്നതിനും വിറകിനും മറ്റുമായി വൻതോതിൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചു. ഇത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു. തന്മൂലം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു. വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിയുടെ പ്രകോപങ്ങളെയൊക്കെ നമുക്ക് നേരിടേണ്ടി വരുന്നു. ഇവയിൽ നിന്ന് രക്ഷ നേടുന്നതിന് നാം കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ഇനി അടുത്ത വർക്ക്ഷീറ്റ്, നമ്മളെ ഈ ഭാഗത്തുള്ള അവസാനത്തെ വർക്ക്ഷീറ്റ്, പത്ര തയ്യാർ കരയും. मीना की सहेलियां जन्मदिन मनाते आई थी लेकिन अपर्णा नहीं आ सकी. मीनയുടെ കൂട്ടുകാരെ കൊന്നു എന്നാൽ അപർണ വന്നില്ല. ജന്മദിന സമാരോഹ का विवरण देते हुए निर्मल ने अपर्णा को पत्र लिखा. ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് അപർണയ്ക്ക് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് അപർണയ്ക്ക് നിർമ്മലിന് കത്ത് ചെയ്താണ്. വ പത്ര കൽപ്പന കർക്കയിലേക്ക് അത് നിങ്ങൾ ആലോചിച്ചിട്ടൊന്ന് എഴുതി നോക്കണം. ഓക്കെ, ശ്രദ്ധിക്കാം. निर्मल निवास, जुहू, मुंबई, 7 मई 2014. प्रिय अपर्णा, नमस्ते. आशा है तुम्हारा सिर दर्द कम होगा. सच अपर्णा, हमें तुम्हारी अनुपस्थिति बहुत गली. मैं तुम्हें मीना के गुलमोहर के 5वें जन्मदिन समारोह का विवरण दूंगा. कल शाम को 4 बजे मैं चंबा, कुलवंत, पुष्पा, नसीम बानो और शीला के साथ मीना के घर पहुंची. मीना ने बगीचे में हमें गुलमोहर का वृक्ष दिखाया. कोमल कोमल पत्तियों के बीच में लाल और केसरिया रंग के सुंदर फूल जांग रहे थे, मानो हमें देखकर मुस्कुरा रहे हों. मीना ने पेड़ का जन्मदिन मनाने की कहानी हमें सुनाई. इतने में मीना की मां भी बगीचे में आ गई. हम सब गुलमोहर की छाया में दावत की. यदि तुम भी होती तो बहुत आनंद होती. शेष मिलने पर माता पिता को मेरी नमस्ते देना. तुम्हारी निर्मल. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ഇനി അടുത്ത് നമുക്കൊരു കവിതയൊക്കെ പഠിക്കാണ്ട് അടുത്ത ക്ലാസ്സിലെടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് കേട്ട എല്ലാവർക്കും बहुत बहुत धन्यवाद. अगले कक्षा मिलेगा. ओके बाय.